ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ബാലൻ വീട്ടിലെത്തി. ഗോമതി സാധാരണ പോലെ പൊട്ടിക്കരയാൻ അങ്ങോട്ട് തുടങ്ങി. പൊട്ടിക്കരച്ചിലിന് ശേഷം ഗോമതി പറയുകയാണ് ബാലനോട്, എന്തായാലും പാമ്പ് കടിച്ച വിവരം ആര്യനെ അറിയിക്കണമെന്ന് പറയുമ്പോൾ ബാലൻ തടസ്സപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഗോമതി പറയണം, നിങ്ങൾ എന്തായി പറയണം, നിങ്ങളുടെ മകൻ തന്നെയല്ലേ, അവനോട് പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ ആയാന്ന് പറയുമ്പോൾ ബാലൻ പറയണം, നീ ഒന്നും മിണ്ടാതിരിക്കും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാലൻ അത് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മിത്ര വാടക വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ പെട്ടെന്ന് തലയിലേക്കോ പൂക്കളൊക്കെ വീഴാണ്. പിന്നീടാണ് മിത്ര അറിയണത് മിത്രയുടെ ബർത്ത്ഡേ ആണെന്ന്. കുറച്ച് കൂട്ടുകാർ, ബന്ധുക്കാരും ആളുകളൊന്നും ഇല്ല. നൈസായിട്ടൊരു ബർത്ത്ഡേ ആഘോഷം. നമ്മുടെ ആര്യയുണ്ട്, ആര്യാണ് കത്തി മിത്രയുടെ കയ്യിൽ കൊടുത്തിട്ട് കേക്ക് മുറിക്കണത്. അപ്പോൾ ചുരുങ്ങിയൊരു ബർത്ത്ഡേ ആഘോഷമാണ് നടത്തിയത്. എന്തായാലും ഇനി മിത്രയുടെ കുറേ സെൻറ്റി കഥകളൊക്കെ ഉണ്ടാവും. ചെറുപ്പം തൊട്ട് അച്ഛനും അമ്മയുമായിട്ടൊക്കെ ആയിരുന്നു കേക്കൊക്കെ മുറിച്ചായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മിത്ര മാക്സിമം അടുക്കാൻ നോക്കുന്നുണ്ട് ആര്യയുടെ അടുത്തേക്ക്. പക്ഷെ ആര്യയാണെങ്കിൽ അകന്നൊക്കെ പോവുക. അകന്ന് പോട്ടെ, അകന്ന് പോകും തോറും സ്നേഹത്തിന് അടുപ്പം കൂടുമെന്നാണല്ലോ അല്ലേ. എന്തായാലും കൊള്ളാം.